ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനീഷ് ഏട്ടൻ്റെ ഗെയിം, അതാണ് ഇന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അനീഷ് ഏട്ടൻ്റെ ഗെയിം എന്ന് പറയുന്നത് പൊള്ളി ഗെയിമാണ്. ഗെയിം സ്ട്രാറ്റജി വേറെ ലെവലാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഗെയിം മൂമെൻറ്റ്സ് ആണ് അനീഷ് ഏട്ടൻ്റെ ഉള്ളത്. ആദ്യം തൊട്ടുള്ള ദിവസങ്ങളിലുള്ള പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അനീഷ് ഏട്ടന് പക്ക പ്ലാനിങ് ഉണ്ടായിരുന്നു. ഏതൊക്കെ വിഷയങ്ങൾ ഹൗസ്മേറ്റ്സ് ചർച്ച ചെയ്യണം, എന്നെക്കുറിച്ച് എന്താണ് ഹൗസ്മേറ്റ്സ് ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെയായി മാറണം, ഞാൻ എങ്ങനെ ഒറ്റപ്പെടണം, അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്ലാനുകളും വെച്ചുകൊണ്ടാണ് അനീഷേട്ടൻ നിന്നിരുന്നത്. ഇപ്പോൾ അനീഷേട്ടന് പ്ലാൻ മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അനീഷേട്ടൻ എല്ലാവരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, ചിരിക്കുന്നു, തമാശകൾ പറയുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു, കാമുകനായി മാറുന്നു. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇന്ന് അതായത് 1-2 ദിവസങ്ങളായിട്ട് അനീഷിൻ്റെ ആ ചേഞ്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആദില, നൂറ, അനുമോൾ ഈ ബന്ധം പൊട്ടിത്തകരുമ്പോൾ അനുമോൾക്ക് കൂട്ട് ആര്? അത് നമ്മുടെ അനീഷേട്ടൻ തന്നെയാണ്. അനുമോളെ ഉണ്ണാനും ഉറക്കാനും പുതപ്പിക്കാനും അനുമോളുടെ വിഷമങ്ങൾ മാറ്റാനും അനുമോളെ വീണ്ടും കൂട്ടുകൂടിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് അനീഷേട്ടൻ പുറകെ തന്നെയുണ്ട്. ഓരോ കാര്യത്തിനും ഭക്ഷണം വേണ്ടെന്ന് പറയുമ്പോൾ മാറ്റി വെക്കുന്നു. പാല് കുടിക്കുക, ചായ കുടിക്കുക, വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, മരുന്ന് കഴിച്ചോ, വേദനിക്കുന്നുണ്ടോ, വയ്യേ, തലവേദനിക്കുന്നുണ്ടോ, അങ്ങനെ അനുമോളെ കെയർ ചെയ്യുന്നൊരു കെയറിങ് ഏട്ടായി കുറച്ച് ദിവസം കൊണ്ട് അനീഷേട്ടൻ മാറിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അനീഷേട്ടൻ്റെ ഗെയിം സ്ട്രാറ്റജി തന്നെയാണ്. അനുമോൾ ഒറ്റപ്പെടുന്നു എന്നറിഞ്ഞ സമയം, അപ്പോഴാണ് മാടമ്പള്ളിയിലെ ചിത്തരോഗി ഉണർന്നത്. അനീഷേട്ടൻ പതിയെ അനുമോളെ സമാധാനിപ്പിക്കാൻ എന്ന വിധത്തിൽ പോകുന്നു. അനുമോളെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അനുമോളുടെ വിഷമങ്ങൾ കേൾക്കുന്നു. അനുമോൾക്ക് ആകെ ആവശ്യം കേൾക്കാൻ ഒരാളെയാണ്. അതായി അനീഷേട്ടൻ മാറുന്നു. അങ്ങനെ അനീഷേട്ടൻ അനുമോളുടെ ഒറ്റപ്പെടൽ അവിടെ ഇല്ലാതാക്കുകയാണ്. അനുമോളുടെ സ്ക്രീൻ സ്പേസ് അനീഷേട്ടൻ കൂടെ കവരുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ അനീഷേട്ടൻ മുന്നോട്ട് പോകുന്നത്. അനുമോൾ അതിലും വലിയ പ്ലാനാണ്. അനുമോൾ പ്ലാൻ ചെയ്യുന്നത് നമ്മളൊക്കെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായും വാസ്തവമായിട്ടുള്ള കാര്യം. അനീഷേട്ടൻ പ്ലാൻ ചെയ്യുന്നത് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അനീഷേട്ടൻ അത്ര വലിയൊരു അഭിനേതാവല്ല. എന്നിട്ടും ഇത്രയും നാൾ പിടിച്ചു നിന്നു അനീഷേട്ടൻ അഭിനയം കൊണ്ട്. അനുമോളുടെ അഭിനയം കൊണ്ട് അനുമോൾ ആ ഒറ്റപ്പെടൽ ഒരു കാരണം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ അനുമോൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അനുമോൾ ഇത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരാഴ്ച ഞാൻ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഞാൻ ഒറ്റപ്പെടുമെന്ന്. അതിന് പറ്റിയൊരു കാരണം ആദിലയും നൂറയും തമ്മിൽ ചെറിയൊരു വാക്തർക്കത്തിന്റെ പേരിൽ അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റി അതിനെ പിടിച്ച് ഒറ്റപ്പെട്ട് നടന്ന് സ്വയം ഒറ്റപ്പെട്ട് വേദനിക്കുകയാണ് നമ്മുടെ അനുമോള്. അതിനെ സമാധാനിപ്പിക്കാനായിട്ട് അനീഷേട്ടൻ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോകുന്നു. ഷനവാസിൻ്റെയും അനീഷിൻ്റെയും ഇന്നത്തെ കോംബോ ഒക്കെ അടിപൊളിയാണ്. പ്രൊമോ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാണ്ട് കാണാം. കാരണം ഷാനവാസും അനീഷും എപ്പോഴും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സമാധാനവും ചിരിയും കളിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. സാബുമാൻ ആക്ച്വലി അവിടെ നാരദപ്പണി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട്. കാരണം 2 ടീമായി അവിടെ തിരിഞ്ഞു. അപ്പോൾ ഓരോ ടീമിന്റെ അടുത്ത് പോയിട്ട് ആ ടീമിനെ കുറിച്ചുള്ള കുറ്റവും ഈ ടീമിനോട് പോയി മറ്റേ ടീമിനെ കുറിച്ചുള്ള കുറ്റവും പറഞ്ഞു കൊടുക്കുക. എന്നാൽ അത് കുറ്റമായി തോന്നിക്കാത്ത വിധത്തിൽ പറയുക. പക്ഷെ നെവിൻ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ എടുത്തിടുമ്പോൾ സാബുമാന് ദേഷ്യം വരുന്നുണ്ട്. കാരണം അത് സാബുമാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അനീഷിനെ കുറിച്ചും അനുമോളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നെവിൻ ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇടുമ്പോൾ അത് സാബുമാന് സഹിക്കാൻ പറ്റുന്നില്ല. അത് വളരെ ഇങ്ങനെ തപ്പിത്തടറി പോകുന്നുണ്ട് സാബുമാൻ. അപ്പം സാബുമാന്റെ ഒരു കളി അങ്ങനെ പോകുന്നുണ്ട്. സാബുമാൻ അത്യാവശ്യം ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും തീരാറായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഇപ്പൊ നമ്മുടെ അക്ബറിനിപ്പോ വേറെ ആരും കൂട്ടുപിടിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അക്ബർ സ്വന്തം ഒറ്റപ്പെട്ട് സ്വന്തമായി പാട്ടൊക്കെ പാടി അവിടെ ഇവിടെ സംസാരിച്ച് അക്ബറും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് പണപ്പെട്ടി ടാസ്ക് തന്നെയാണ്. ഹൗസിന് പുറത്ത് പെട്ടി വെച്ചിട്ടുണ്ടാവും. അതൊരു വണ്ടിക്കകത്തായിരിക്കും. അത് തപ്പിയെടുത്ത് കൊണ്ടുവരിക. 1 മിനിറ്റിനകം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അനുമോള് 1,40,000 രൂപ കരസ്ഥമാക്കുന്നുണ്ട്. അത് ഇവര് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ 3 പേര് പോയിട്ടുള്ളത്. അപ്പോൾ അത് അവരെന്ത് ചെയ്യുമെന്നുള്ളത് വഴിയെ കണ്ടറിയാം. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഒരു ചിരിക്കാനും സന്തോഷിക്കാനും പറ്റിയ എപ്പിസോഡ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ബിഗ് ബോസ്. കാരണം ബിഗ് ബോസ് ഓരോ ഗെയിം കൊടുക്കുന്നത് ഇപ്പോൾ റിലാക്സിങ് ഗെയിം പോലെ ഒരു ഗെയിമാണ്. ഇന്നിപ്പോൾ ബലൂൺ പൊട്ടിക്കലായിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ക്വസ്റ്റ്യന്
പരസ്പര ബന്ധമില്ലാതെ ആൻസർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ അക്ബർ വിജയിക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ബലൂൺ ടാസ്കിൽ ഷാനവാസും വിജയിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും അവരെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുക എന്നുള്ള രീതിക്ക് കൊടുത്ത ടാസ്കുകൾ തന്നെയാണ്. അപ്പോൾ ഈ വിജയ കിരീടം ആര് ചൂടും എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? നിങ്ങൾ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.